Hi friends, how are you? Welcome to my channel Malayalam English James. I am James. ഇംഗ്ലീഷിൽ എങ്ങനെ നീണ്ട വാക്യങ്ങൾ ഉണ്ടാക്കാമെന്നുള്ളത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ, അത് പാർട്ട് 1. അത് കണ്ടിട്ട് കുറേ കമൻസ് ഉണ്ടായിരുന്നു അതുപോലെ വേണമെന്ന്. അതുകൊണ്ടാണ് ഇത് പാർട്ട് 2 ആയിട്ട് അതേപോലെ ഒരു മോഡൽ, എങ്ങനെ ഇംഗ്ലീഷ് സെൻറ്റൻസസ് നീളമായി നീട്ടിക്കൊണ്ടു പോവുക, ഓട്ടോമാറ്റിക്കായിട്ട് ചെറുതായുള്ള വാക്യങ്ങൾ പറഞ്ഞ് നീട്ടി കൊണ്ടുപോകണം. മലയാളത്തിൽ പറഞ്ഞ പോലെ അതുപോലെ തന്നെ ഇംഗ്ലീഷിലും പറയാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ള പ്രാക്ടീസാണ്. ഇത് പാർട്ട് 2 ആണ്. താങ്ക് യു. നീ കഴിച്ചോ? ഡിഡ് യു ഈറ്റ്? കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. നേരത്തെക്കുറിച്ച് കഴിഞ്ഞ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ഡിഡ് ചേർക്കണം ഇവിടെ. ഡിഡ്. നീ കഴിച്ചോ? അപ്പോൾ ഡിഡ് യു ഈറ്റ്. അതിൻ്റെ കൂടെ ഭക്ഷണം ചേർക്കുവാണ്. നീ ഭക്ഷണം കഴിച്ചോ? ഭക്ഷണമുള്ളൊരു വാക്ക് എക്സ്ട്രാ ചേർക്കണം. അപ്പം നീ ഭക്ഷണം കഴിച്ചോ? ഡിഡ് യു ഈറ്റ് ഫുഡ്? ഇപ്പോൾ അതിൻ്റെ കൂടെ ഉച്ചയ്ക്ക് എന്നൊരു വാക്ക് ചേർക്കുകയാണ്. ഉച്ചയ്ക്ക്. അപ്പോൾ നീ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ? ഡിഡ് യു ഈറ്റ് ഫുഡ് ഇൻ ദി ആഫ്റ്റർനൂൺ? ഡിഡ് യു ഈറ്റ് ഫുഡ് ഇൻ ദി ആഫ്റ്റർനൂൺ? ഇപ്പോൾ അതിൻ്റെ കൂടെ ഇന്ന് എന്നുള്ള വാക്ക് ചേർക്കുകയാണ്. അപ്പോൾ നീ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ? ഡിഡ് യു ഈറ്റ് ഫുഡ് in the afternoon today? Did you eat the food in the afternoon today? ഇപ്പം അതിൻ്റെ കൂടെ കുടുംബത്തോടെ എന്നൊന്ന് ചേർക്കാണ്. നീ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം നിൻ്റെ കുടുംബത്തോടെ കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡിഡ് യു ഈറ്റ് ഫുഡ് ഇൻ ദി ആഫ്റ്റർനൂൺ ടുഡേ വിത്ത് യുവർ ഫാമിലി? ഡിഡ് യു ഈറ്റ് ഫുഡ് ഇൻ ദി ആഫ്റ്റർനൂൺ ടുഡേ വിത്ത് യുവർ ഫാമിലി? അപ്പം അതിൻ്റെ കൂടെ ഹോട്ടലിൽ നിന്ന് ചേർക്കാണ് ഒരു വാക്ക് കൂടി, ഹോട്ടലിൽ. അപ്പം അതെങ്ങനെയാണ്? Did you eat food today in the afternoon with your family in hotel? Did you eat food today in the afternoon with your family in hotel? ഇതിൻ്റെ കൂടെ ആ കവലയിൽ അല്ലെ ആ ജംഗ്ഷനിൽ എന്നുള്ള വാക്ക് ചേർക്കാണ്. നീ ഇന്ന് നിൻ്റെ കുടുംബത്തോടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ? ആ കവലയിലുള്ള ഹോട്ടലിൽ. Did you eat food today in the afternoon with your family in the hotel at the junction? Did you eat food today in the afternoon with your family in the hotel at the junction? അപ്പോൾ അതിന് കൂടെ പുതിയ ഹോട്ടലിൽ ഒന്ന് ചേർക്കാണ്. നീ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ നിൻ്റെ കുടുംബത്തോടെ ആ കവലയിലുള്ള പുതിയ ഹോട്ടലിൽ? Did you eat food today in the afternoon with your family in the new hotel at the junction? Did you eat food today in the afternoon with your family in the new hotel at the junction? ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇതുപോലെ ഒരു ചെറിയ വാക്ക് തുടങ്ങി അതിങ്ങനെ ചേർത്ത് അതുപോലെ ഡെവലപ്പ് ആകുമ്പോൾ മലയാളം പറയുന്ന പോലെ തന്നെയാണ് ഓരോന്നടി ചേർക്കുമ്പോൾ നീണ്ട സെൻറ്റൻസ് ഇംഗ്ലീഷ് വരും. ഇങ്ങനെ കുറച്ച് എഴുതി വെച്ച് നോക്കുക, എന്നിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് പറഞ്ഞു നോക്കുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ very soon you will talk in English. Follow my videos. You will speak in English very soon. Bye bye till I see you in the next video. James.